ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജയപാൽ സുമാരൻ. അപ്പോൾ JP ഓൺ റോഡ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു യാത്ര പോവുകയാണ്. യാത്ര തുടങ്ങുന്നത് കണ്ണൂരിൽ നിന്നാണ്. എങ്കിലും ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നും, അതായത് എൻ്റെ വീട് കോട്ടയം കിടങ്ങൂരാണ്. കിടങ്ങൂരിൽ നിന്നും ഞാനിന്ന് കോട്ടയം വരെ പോയി. കോട്ടയത്ത് നിന്നും ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് കണ്ണൂർ വരെ. അപ്പോൾ എനിക്കൊപ്പം കൊല്ലത്ത് നിന്നുള്ള എൻ്റെ മറ്റൊരു സുഹൃത്തുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് കണ്ണൂർ ചെന്ന് കണ്ണൂരിൽ നിന്ന് മറ്റൊരു 2 സുഹൃത്തുക്കളുടെ കൂടെ ഞങ്ങൾ 4 പേരാണ് യാത്ര പോകുന്നത്. ഇന്നത്തെ ഈ ഒരു യാത്രയിൽ ഈ ഒരു വീഡിയോ ഇടാൻ ഒരു കാരണം, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം നമ്മൾ പോകുന്നത് കോട്ടയത്തു നിന്നും കണ്ണൂർ വരെ പോകുന്നത് നമ്മളുടെ KSRTC, നമ്മുടെ ആനവണ്ടിയുടെ ഏറ്റവും വളരെ ഹിറ്റായി മാറിയ ഒരു അഭിമാന സർവീസ് ബസ്സിലാണ് പോകുന്നത്. മിന്നൽ, കോട്ടയത്തു നിന്നും കാസർഗോഡിന് പോകുന്ന മിന്നൽ എന്ന സർവീസിലാണ് ഞാനിന്ന് യാത്ര ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊപ്പമുള്ള സുഹൃത്ത് അദ്ദേഹം കൊട്ടാരക്കര ഭാഗത്തുനിന്ന് 8:30 കോട്ടയത്തെത്തും. അപ്പോൾ ഞാനും അതേ സമയത്ത് എനിക്കും അവിടെ എത്തണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് 9:30 നമ്മളുടെ ഈ മിന്നൽ സർവീസ് കോട്ടയം കാസർഗോഡ് ബസ് പുറപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഈ യാത്ര പോകാം. അപ്പോൾ മിന്നൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ചിന്തിക്കുന്നത് എന്തോ ഒരു വലിയ സംഭവമാണ്, ഭയങ്കര ഓവർ സ്പീഡ് വണ്ടിയാണ് എന്നൊക്കെ വിചാരിക്കും. അതൊന്നുമല്ല. കാരണം ഇതിനു മുൻപും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇന്ന് ഈ കോട്ടയം കാസർഗോഡ് വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിനു മുൻപ് മറ്റ് 2 മിന്നൽ സർവീസിലാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോട്ടയം കാസർഗോഡ് സർവീസ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ യാത്ര ഒരു അനുഭവങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് പങ്കുവെക്കാം. അപ്പോൾ ഞാൻ എല്ലാം പാക്ക് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് പുറപ്പെടാം. ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയായി. അപ്പോൾ ഞാനൊരു 7:30 കിടങ്ങൂരിൽ നിന്നും പുറപ്പെടും. ബസ്സിലാണ് പോണത്. അപ്പോൾ കോട്ടയത്ത് നിന്ന് KSRTC സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നമ്മുടെ വണ്ടി റെഡിയാണ്. അപ്പോൾ ഞാനും സുഹൃത്തും കൂടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് കയറാം. അപ്പോൾ പുലർച്ചെ 4:15 നമുക്ക് കണ്ണൂർ എത്തുക എന്നാണ് ബോർഡിംഗ് ടൈം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനോടുകൂടി കാണുക. കാരണം രസകരമായ കുറച്ച് അനുഭവങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ മുഴുവൻ കാണുക. JP ഓൺ റോഡ്സ്. ഞാൻ പോകാനായിട്ട് കിടങ്ങൂർ ബസ് ബേയിൽ വന്നിരിക്കുകയാണ്. എൻ്റെ ബ്രദറാണ് എന്നെ കൊണ്ടുവിടാൻ വേണ്ടി വന്നത്. അങ്ങനെ കുറേ നേരമായിട്ട് കാത്തു നിൽക്കുന്നു. 7:30 കഴിഞ്ഞു. ബസ്സുകളൊന്നും കാണുന്നില്ല. KSRTC ഇന്ന് സർവീസ് കുറവാന്ന് തോന്നുന്നു. എന്തായാലും നോക്കട്ടെ, ഏതെങ്കിലും ബസ്സിന് കയറി നമുക്ക് കോട്ടയത്ത് ഇറങ്ങാം. അങ്ങനെ ഒരു 7:40 എനിക്ക് പാലായിൽ നിന്നും കോട്ടയത്തിനുള്ളൊരു ബസ് കിട്ടി. KSRTC ഫാസ്റ്റ് പാസഞ്ചറാണ്. അതിൽ കയറി നമ്മൾ ബേക്കർ ജംഗ്ഷനിൽ, കോട്ടയം ബേക്കർ ജംഗ്ഷനിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി എനിക്ക് എൻ്റെ സുഹൃത്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കോട്ടയത്തെ ബസ് സ്റ്റാൻഡിൽ. ഞങ്ങൾ 2 പേരും കൂടെ അവിടെ ചെന്നിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം നമ്മളുടെ 9:30 നമ്മുടെ മിന്നൽ പിടിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. അങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിൽ നമ്മുടെ മിന്നൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പോകുന്ന ബസ്. കോട്ടയം കാസർഗോഡ് മിന്നലാണ്. ഇത് ATC 231 സീരീസിലുള്ള വണ്ടിയാണ്. കാസർഗോഡ് ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് സ്വദേശികളായ ഡ്രൈവർമാരാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. DC സർവീസാണ് നടത്തുന്നത്. അങ്ങനെ നമ്മൾ 9:30 ആയപ്പോൾ കൃത്യമായിട്ട് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് വിട്ട വണ്ടി നമുക്ക് നല്ലൊരു അടിപൊളി സർവീസാണ്. എന്ന് വെച്ചാൽ നല്ല മാന്യമായ രീതിയിലുള്ള ഡ്രൈവിംഗ് ആയിരുന്നു. അത്യാവശ്യം നല്ല സ്പീഡുണ്ട് വണ്ടിക്ക്. എന്നാൽ അത്ര ഒരു റാഷ് ഡ്രൈവിംഗ് ഒന്നുമല്ല. നല്ലൊരു രീതിയിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം തൃശ്ശൂർ കഴിഞ്ഞു. അപ്പോൾ മൂവാറ്റുപുഴ 10:30 ആണ് ടൈം പറഞ്ഞിരുന്നത്. അത് ഏകദേശം ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ. 10:40 നമുക്ക് മൂവാറ്റുപുഴ കവർ ചെയ്തു. അതുപോലെ അങ്കമാലി 11:15 രാത്രി 11:15 പറഞ്ഞിരുന്നത്. അപ്പോൾ അതും ഏതാണ്ട് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ.
11:25 നമ്മൾ അങ്കമാലി കവർ ചെയ്തു. പിന്നീട് തൃശ്ശൂർ 12:05 ആണ്, രാത്രി 12:05 ടൈം. പക്ഷേ നമ്മളൊരു 12:15 നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ തൃശ്ശൂർ ഒരു 10 മിനിറ്റോളം മൂത്രം ഒഴിക്കാനും ഒക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അവിടുന്ന് വണ്ടി എടുത്തപ്പോൾ പിന്നെ കോഴിക്കോട് എത്തേണ്ടത് 2:25, രാത്രി 2:25 എത്തേണ്ടത്. പക്ഷേ നമ്മൾ കോഴിക്കോട് എത്തിയത് 2:50. അതായത് മാഹി ആ ഒരു റൂട്ടിൽ, തലശ്ശേരി മാഹി റൂട്ടിൽ നല്ല ബ്ലോക്കാണ്, മാന്യമായ ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. വണ്ടി ഓഫ് ചെയ്തിടേണ്ട വരെ ആ ഒരു രീതിയിലുള്ള ബ്ലോക്ക് വരെ കിട്ടി. പക്ഷേ എന്താ പറയുക, അതൊക്കെ കവർ ചെയ്ത് അത്യാവശ്യം റണ്ണിങ്ങിൽ ഇത് പിടിക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് സ്പീഡ് കവർ ചെയ്ത് ആ ഒരു ടൈം കീപ്പ് ചെയ്യാൻ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ കണ്ണൂർ അടുക്കാറായി. നമുക്ക് 4:15 കണ്ണൂരിൻ്റെ ടൈം. പക്ഷേ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം 1.25 മണിക്കൂറോളം ലേറ്റാണ്. എങ്ങനെ കളിച്ചാലും നമ്മൾ ഒരു 5:30 കണ്ണൂർ എത്താറാകുമ്പോൾ. എന്നാലും അവർ മാന്യമായ രീതിയിൽ വണ്ടി ഓവർ സ്പീഡില്ലാതെ, 2 ഡ്രൈവർമാരുണ്ട്, DC സർവീസ് ആയതുകൊണ്ട്, ഡ്രൈവർ കം കണ്ടക്ടർ സർവീസ് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് അവർ സർവീസ് ചെയ്യുന്നത്. 2 ഡ്രൈവർമാരും ഉണ്ട്. കോട്ടയത്തു നിന്നും വിട്ട ഈ ഒരു ബസ്സിൽ എനിക്ക് തോന്നിയ, പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. കാരണം ഇത് കുറച്ച് 4-5 വർഷം മുൻപ് ഉള്ള ഒരു മോഡൽ വണ്ടി ആയതുകൊണ്ടും ഇതിന് പുതിയ ബസ്സുകൾ വരാത്തതുകൊണ്ടും ഇത്രയും ലോങ് സർവീസ് വണ്ടി, അതും നൈറ്റ് സർവീസ് വളരെ മാന്യമായ രീതിയിൽ നല്ല ഡിമാൻഡബിൾ ആയിട്ട് ചെയ്യുന്ന ഈ ഒരു KSRTCയിലെ അഭിമാന സർവീസിന് കുറച്ചുകൂടി നല്ല ബസ്സുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ വണ്ടി മോശം എന്നുള്ളതല്ല, കാലപ്പഴക്കം ചെന്നതിൻ്റെ ഒരു പോരായ്മ ഈ വണ്ടിക്കുണ്ട്. കാരണം ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് വളരെ സൗണ്ടായിട്ട് തോന്നുന്നു. പിന്നെ ടാറ്റ ബസ്സുകളാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് നോയ്സ് കൂടുതലുണ്ട്. ലൈലാൻഡിൻ്റെ ആ ഒരു സുഖം കിട്ടുന്നില്ല. പക്ഷേ സ്പീഡ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ വളരെ മാന്യമായിട്ട് തന്നെ അത് ഓടിയെത്താൻ പറ്റുന്ന പവർ കാണിക്കുന്നുണ്ട് വണ്ടിക്ക്. അപ്പോൾ ടാറ്റയുടെ തന്നെ ലോങ് ചേസ് വണ്ടി മോഡലായതുകൊണ്ട് നല്ല രീതിയിലുള്ള സർവീസ് മിന്നലിന് കിട്ടുന്നുണ്ട്. കാരണം കൂടുതൽ മിന്നലുകളും KSRTCയുടേത് ടാറ്റ വണ്ടികളാണ്. 1-2 വണ്ടികൾ മാത്രം, ഹൈ റേഞ്ച് സർവീസ്, 3 സർവീസ് പോകുന്ന വണ്ടികൾ മാത്രമാണ് ലൈലൻഡ് പോകുന്നത്. ബാക്കി എല്ലാ വണ്ടികളും ടാറ്റയാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ വണ്ടികളുടെ പഴക്കം അതൊരു പോരായ്മ തന്നെയാണ്. പിന്നെ വണ്ടി മെയിൻ്റെനൻസ് ചെയ്യുന്നതും പിന്നെ വണ്ടിയുടെ ഉള്ളിലെ ക്ലീനിങ്ങും അത് വളരെ മോശമായിട്ട് തോന്നി. കാരണം സീറ്റുകളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നമുക്ക് ഉറങ്ങാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റുള്ള സീറ്റൊക്കെ തന്നെയാണ്, പുഷ് ബാക്കാണ്. പക്ഷേ എങ്കിലും വണ്ടിയുടെ ഒരു ക്ലീനിങ് വളരെ മോശമായിട്ട്, കാരണം ഗ്ലാസ്സൊക്കെ തീരെ വിസിബിളല്ല, അപ്പടി അങ്ങോട്ട് ഒരു എന്താ പറയുക ചെളിയൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു. ഇത് ശരിക്കും ഡെയിലി ക്ലീൻ ചെയ്ത് നല്ല സർവീസായിട്ട് നല്ലൊരു അടിപൊളി ബസ്സുകൾ ഇതിനിടുകയാണെങ്കിൽ മിന്നൽ സർവീസ് ഇതിലും കൂടുതലും ഹിറ്റാവുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിപ്പോൾ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ് എത്തിയിരിക്കുകയാണ്. 12:05 രാത്രി 12:05 ഇവിടുത്തെ ടൈമിങ് കൊടുത്തിരുന്നെങ്കിലും 12:15 നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ലേറ്റ് ആയിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബാത്റൂമിലൊക്കെ ഒന്ന് പോകണമെങ്കിൽ പോകാം, ആ രീതിയിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നു. ബ്ലോക്കൊന്നും പ്രത്യേകിച്ച് കിട്ടിയില്ല, എങ്കിലും നല്ല രീതിയിൽ തന്നെ നല്ല മാന്യമായ സ്പീഡിൽ തന്നെ വന്നു. കറക്റ്റായിട്ട് ടൈമിങ് ഏകദേശം റണ്ണിങ്ങിൽ അത് കവർ ചെയ്ത് തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇവിടുന്ന് കോഴിക്കോട് കണ്ണൂർ 2 ബസ് സ്റ്റോപ്പേ ഉള്ളൂ. മിന്നലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സ്റ്റോപ്പുകൾ കുറവാണ്. നമുക്കിപ്പോൾ കോട്ടയത്ത് നിന്ന് വിടുന്ന വണ്ടി മൂവാറ്റുപുഴ, അങ്കമാലി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെയാണ് സ്റ്റോപ്പ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. രണ്ട് 25 AM വെളുപ്പിനെ കോഴിക്കോട് എത്തേണ്ട വണ്ടി ഏകദേശം 2:50 കോഴിക്കോട് നിന്നപ്പോൾ നമുക്ക് ചെറിയ ബ്ലോക്കൊക്കെ കിട്ടി. അങ്ങനെ കോഴിക്കോട് നിന്നും വണ്ടി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വിട്ടു. നമ്മൾക്ക് വടകര, മാഹി, പയ്യോളി ആ ഒരു ഏരിയയിൽ നല്ല ബ്ലോക്കാണ്. കാരണം റോഡ് നമ്മുടെ ഹൈവേ എക്സ്റ്റൻഷൻ വർക്കുകൾ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗിൾ ലൈൻ പോലത്തെ ട്രാഫിക്കാണ്. നല്ല ബ്ലോക്കായിരുന്നു. നമുക്ക് ഏകദേശം ഇപ്പോൾ തന്നെ നമ്മൾ 1 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട് വണ്ടി, ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം നമ്മൾ 4:15 നമ്മൾക്ക് കണ്ണൂർ എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്ങനെ കളിച്ചാലും നമ്മൾ നമുക്കൊരു 5:30-6 മണിയോടുകൂടി എത്താൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എങ്കിലും
ഇവർ ക്രൂസ് KSRTCയുടെ ഈ ഒരു മിന്നൽ സർവീസിൻ്റെ ക്രൂസ് നല്ല സ്പീഡിൽ തന്നെയാണ് വണ്ടി വിടുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ വണ്ടി പോകുന്നു, കുഴപ്പമില്ല. നമ്മൾ 4:15 നമുക്ക് അവിടെ എത്തണം എന്ന് പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷേ അത് ടൈമിംഗ് വൈകിപ്പോയി. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ട് യാത്രയിൽ. നല്ല സുഖമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് മിന്നൽ സർവീസ് എന്ന് പറയുമ്പോൾ ഓവർ സ്പീഡ് കൊണ്ടാണിത് ഈ വളരെ ടൈമിങ്ങിന് എത്തുന്നതെന്നാണ്. പക്ഷേ ഓവർ സ്പീഡല്ല, യഥാർത്ഥത്തിൽ ഇതിൻ്റെ സ്റ്റോപ്പ് വളരെ കുറവുകളാണ്. കാരണം ഈ ഒരു കോട്ടയം കാസർഗോഡ് സർവീസിന് ആകെയുള്ളത് കോട്ടയം, മൂവാറ്റുപുഴ, അങ്കമാലി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, പയ്യന്നൂർ, കാസർഗോഡ്, ഇത്രയും സ്റ്റോപ്പുകളേ ഉള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ബാക്കിയുള്ള ബസ് സ്റ്റാൻഡുകളിലൊന്നും ഇത് കയറുന്നില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിന് സ്പീഡിൽ പോകാൻ പറ്റും. പിന്നെ നൈറ്റ് സർവീസും കൂടെ ആയതുകൊണ്ടാണ് ട്രാഫിക്കുകൾ കുറവായിട്ട് ഇതിന് പോകാൻ പറ്റുന്നത്. നല്ലൊരു രീതിയിൽ പോകുന്നുണ്ട് വണ്ടി. എന്തായാലും നമ്മുടെ ഒരു ടൈമിങ് ഒരു മണിക്കൂറോളം അല്ലെങ്കിൽ 1-1.25 മണിക്കൂറോളം നമുക്ക് ലേറ്റ് ഉണ്ട്. എന്നാലും സാറില്ല, അത് കുറച്ചൊക്കെ കവർ ചെയ്യാൻ പറ്റും തോന്നുന്നു. എങ്ങനെ ഇതായാലും നമുക്ക് 5:30 കണ്ണൂർ എത്താൻ പറ്റും എന്ന് തോന്നുന്നു. എന്തായാലും നല്ല രീതിയിൽ മറ്റേ ഡ്രൈവർ മാറി, ആദ്യത്തെ ഡ്രൈവർ മാറി, രണ്ടാമത്തെ ഡ്രൈവറാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് 4:15 പുലർച്ചെ 4:15 എത്തേണ്ട വണ്ടി ഇപ്പോൾ 5:30 സമയം. നമുക്ക് 1.25 മണിക്കൂർ നമ്മൾ വണ്ടി ലേറ്റാണ്. അത് ഒരിക്കലും ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ നല്ല ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും ലേറ്റായിട്ടാണ് വരുന്നത്. എങ്കിലും മാക്സിമം ടൈം റണ്ണിങ്ങിൽ ഓടിപ്പിടിച്ച് ആണ് ഇവരെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയേ വൈകിയുള്ളൂ എന്ന് തന്നെ വിചാരിക്കാം. ഏതായാലും നല്ല ക്രൂസ് ആയിരുന്നു, നല്ല ഡ്രൈവറും കണ്ടക്ടറും. ഇത് DC സർവീസ് ആയതുകൊണ്ട് ഡ്രൈവർ കം കണ്ടക്ടർ മോഡലാണ് ചെയ്യുന്നത്. പിന്നെ ഈ വണ്ടി നമുക്ക് കാസർഗോഡ് ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. ഇത് കോട്ടയത്തിന് വന്ന് പോകുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ 2 ബസ്സുകളുണ്ട്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും പോകുന്ന വണ്ടി. അപ്പോൾ കോട്ടയത്തു നിന്നും നമ്മൾ ഇന്നലെ രാത്രി 9:30 പോകുന്നത്. ഇപ്പോൾ സമയം 5:30. അപ്പം നമ്മുടെ സുഹൃത്ത് കണ്ണൂരിൽ മട്ടന്നൂർ സ്വദേശിയായ ചന്ദ്രേട്ടൻ നമ്മുടെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹം 4:15 കഴിഞ്ഞപ്പോൾ വന്ന് നിൽക്കുന്നതാണ്. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ സുഖമായിട്ട് എത്തി. അപ്പോൾ നമ്മുടെ വണ്ടി തിരികെ ഇവിടുന്ന് കാസർഗോഡിന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഈ വണ്ടി ഇനി കാസർഗോഡ് വരെ എത്തേണ്ടതുണ്ട്. ഏകദേശം 6 മണിക്ക് കാസർഗോഡ് എത്തേണ്ട വണ്ടിയാണ്. അപ്പം എന്തായാലും 1.25 മണിക്കൂർ ലേറ്റാണ്. സാരമില്ല, എന്തായാലും കുഴപ്പമില്ല. നല്ലൊരു സർവീസായിരുന്നു കേട്ടോ. നമുക്കൊരു ബോറിങ്ങോ ഒന്നും തോന്നില്ല. പിന്നെ വണ്ടിയുടെ ഒരു കാലപ്പഴക്കം മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്യണത്. വണ്ടിയുടെ ഒരു ചെറിയ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വണ്ടിയുടെ പഴക്കം തന്നെയാണ്. കാരണം ടാറ്റ ബസ്സുകളുടെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഒരു നല്ല സർവീസായിട്ട് ഇത് നടത്താൻ സാധിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഈ ഒരു സർവീസ് നല്ല രീതിയിൽ പോകണമെങ്കിൽ നല്ല ബസ്സുകൾ, നല്ല ക്വാളിറ്റിയുള്ള ബസ്സുകൾ KSRTC നൽകുകയാണെങ്കിൽ നന്നായിരിക്കും. മാത്രമല്ല ഇതുപോലത്തെ ഉള്ള ഒരു അഭിമാന സർവീസിനൊക്കെ അത്യാവശ്യം നല്ല ആളും ഉണ്ടായിരുന്നു. റിസർവേഷനൊക്കെ നല്ല രീതിയിൽ പോകുന്ന ഒരു സർവീസാണ്. ബസ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോകേണ്ട ഒരു ബസ്സിന് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ബസ്സും അതിൻ്റെ നല്ല മെയിൻ്റനൻസും ചെയ്തതാണെങ്കിൽ ഇതുപോലുള്ള സർവീസുകൾ വളരെ ലാഭകരമായിട്ട് KSRTCക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഏതായാലും നമ്മുടെ വണ്ടി കണ്ണൂർ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളും ഈ ഒരു യാത്ര നല്ല അടിപൊളിയാക്കി തന്നതിന് ആ ക്രൂസിനോട് നന്ദി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് കൊട്ടാരക്കരയിൽ നിന്നുള്ള എൻ്റെ സുഹൃത്ത് വിഷ്ണുവും ഇവിടെ ഇറങ്ങി. ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ കണ്ണൂർ സ്വദേശി ചന്ദ്രേട്ടൻ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നമുക്ക് കണ്ണൂർ സ്വദേശിയായ രാഹുലിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കുളിച്ച് ഫ്രഷായി ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ അതൊരു സസ്പെൻസ് ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര നല്ലൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളും ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, നമ്മൾ KSRTCയുടെ മിന്നൽ എന്ന സർവീസിൽ നമ്മൾ യാത്ര ചെയ്ത് അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിലൂടെ ചില ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അല്ലാതെ ഒരു ട്രാവലിംഗ് ആ ഒരു യാത്ര ഫീല് തരാനുള്ളൊരു വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അതിൻ്റെ അകത്ത് ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിത് പറയാനുള്ളത്,
ഈ ഒരു സർവീസിനെ കുറിച്ച് പലർക്കും അറിയില്ലാത്ത, ചിലപ്പോൾ ഒരുപക്ഷെ അറിയില്ലാത്ത ചില കാര്യങ്ങൾ അവരുടെ അറിവിലേക്കും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, KSRTCയുടെ ഈ ഒരു മിന്നൽ എന്ന സർവീസ് നമ്മൾക്ക് ഇപ്പോൾ ഏകദേശം നിലവിൽ 10 സർവീസ് ഉണ്ട്. അത് കൂടുതലും തിരുവനന്തപുരം ഡിപ്പോയാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോടിന്, തിരുവനന്തപുരത്തു നിന്ന് കണ്ണൂർക്ക്, തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡിന്, തിരുവനന്തപുരം ടു പാലക്കാട്, തിരുവനന്തപുരം ടു മാനന്തവാടി, തിരുവനന്തപുരം ടു സുൽത്താൻ ബത്തേരി, പിന്നെ തിരുവനന്തപുരം ടു മൂന്നാർ, തിരുവനന്തപുരം ടു നമ്മുടെ കട്ടപ്പന. ഇങ്ങനെ ഇത്രയും സർവീസ് തിരുവനന്തപുരത്തു നിന്നും. കോട്ടയത്തു നിന്ന് കാസർഗോഡിന് ഒരു സർവീസ് ഉണ്ട്. ആ സർവീസിലാണ് ഇപ്പോൾ നമ്മൾ പോയത്. പിന്നെ പാലായിൽ നിന്നും ഒരു കാസർഗോഡ് സർവീസ്. ഇത്രയും എണ്ണമാണ് മിന്നൽ എന്ന ഈ ഒരു വിഭാഗത്തിൽ നമ്മൾ KSRTC ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 10 സർവീസിൽ എല്ലാതും സത്യം പറഞ്ഞാൽ എല്ലാ റൂട്ടുകളും നല്ല ഒന്നിനൊന്ന് മികച്ച റൂട്ടുകളും എല്ലാ ബസ്സുകളും ഈ പറഞ്ഞ എല്ലാ സർവീസുകളും ശരിക്കും യാത്രക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം നല്ല സർവീസായിട്ട് തന്നെ, നല്ലൊരു ഡിമാൻഡബിളായിട്ട് തന്നെ KSRTC വന്നിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ അകത്ത് ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകളുടെ ഒരു ഇത് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അത് വേറൊന്നുമല്ല, ഒന്ന് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ KSRTCയുടെ ഈ ഒരു മിന്നൽ ബസ്സുകളുടെ കാലപ്പഴക്കം അതൊരു വലിയൊരു പോരായ്മയാണ്. കാരണം ഇത്രയും ലോങ് സർവീസ് രാത്രിയിൽ ഇത്രയും വളരെ ഫാസ്റ്റായിട്ട് പോകേണ്ട ഒരു വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയായിരിക്കണം. പ്രത്യേകിച്ച് എയർ സസ്പെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള നിലവിൽ ഈ വണ്ടികൾക്കുണ്ട്. എങ്കിലും കുറച്ചുകൂടെ മികച്ച വണ്ടികളും കുറച്ചുകൂടെ പുതിയ വണ്ടികളും ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുതന്നെയായിരിക്കും യാത്രയുടെ ഒരു സുഖം. കാരണം നമ്മുടെ യാത്ര നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്താലല്ലേ ആ ഒരു സർവീസിനോട് നമുക്കൊരു ഇഷ്ടം തോന്നുള്ളൂ. അപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം ബസ്സിൽ കയറിയിരുന്ന് ആ യാത്രയെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരി ആ യാത്രയിലൂടെ നമുക്ക് കിട്ടുന്ന നല്ലൊരു ഒരു ഫീലിങ്സ്, ഒരു വൈബ്, അതും കൂടെ കണക്കാക്കുമ്പോൾ നല്ല സർവീസുകൾ കൊണ്ടുപോകണമെങ്കിൽ നല്ല ബസ്സുകൾ വേണം. അപ്പോൾ KSRTC നല്ല ബസ്സുകൾ ഈ ഒരു സർവീസിന് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിലും ഇപ്പോഴുള്ളതിനേക്കാളും 10 മടങ്ങ് ഹിറ്റായി മാറും. അത് യാത്രക്കാർ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഇത് 2+2 ടൈപ്പ് സീറ്റാണ് ഈ വണ്ടിയുടെ. അതായത് പുഷ് ബാക്കാണ്, ഹെഡ് റെസ്റ്റ് ഉള്ള ടൈപ്പ് സീറ്റാണ്. സീറ്റുകളൊന്നും വലിയ മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല ബക്കറ്റ് സീറ്റ് ടൈപ്പ് സീറ്റുകളാണ്. 41 സീറ്റാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൽ ഡ്രൈവർ ഏറ്റവും ഫ്രണ്ടിലും, അത് കഴിഞ്ഞാൽ കണ്ടക്ടർക്ക് ഒരു സീറ്റ്, നമ്മുടെ ഡബിൾ സീറ്റിൽ ഒരു സീറ്റ് കണ്ടക്ടർക്കാണ് വരുന്നത്. അപ്പോൾ DC സർവീസാണ്, അത് ഡ്രൈവർ കം കണ്ടക്ടർ സർവീസാണ്. രണ്ടുപേരും മാറി മാറി ഓടിക്കും. അപ്പോൾ അതും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലാണ്. പിന്നെ ഇതിന് ടൈമിങ് വളരെ കുറവാണ്, അത്രേ ഉള്ളൂ. ചാർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പർ ഡീലക്സ് ബസ്സിനേക്കാളും ഒരു അഡീഷണൽ ആയിട്ട് 10 രൂപ അടുത്ത് കൂടുതൽ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ചാർജ് വലിയൊരു കൂടുതലൊന്നുമല്ല. നമ്മുടെ പ്രൈവറ്റ് ബസ് ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചാർജൊക്കെ വളരെ മിതമായ രീതിയിൽ പോകുന്നൊരു ചാർജാണ്, കുഴപ്പമില്ല, മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഇതിൻ്റെ സ്റ്റോപ്പുകൾ കുറവായതുകൊണ്ട് തന്നെ ഇവർ ചെന്നെത്തുന്ന പ്രധാന സ്റ്റേഷനിലൊക്കെ ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് മാത്രമേ നിർത്തുകയുള്ളൂ. പിന്നെ ഇതിന് ടൈമിംഗ് ആണ് ഈ വണ്ടിയുടെ ഏറ്റവും പ്രധാനം. കാരണം ഒരു സമയം പറഞ്ഞ് ഈ വണ്ടി പുറപ്പെടുമ്പോൾ കഴിവതും യാത്രക്കാർ ആ കൃത്യ ടൈമിൽ എത്താനും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. ക്രൂസ് അതിനു മുമ്പ് ഫോണിലെല്ലാം ബന്ധപ്പെടുന്നുണ്ട്, മെസ്സേജുകൾ നമുക്ക് കൃത്യമായിട്ട് വരും ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ. പിന്നെ ഈ 41 സീറ്റും ഏകദേശം ഫുള്ളാക്കി തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. അതൊക്കെ നല്ലൊരു കാര്യമാണ്, KSRTCയുടെ ഒരു നല്ല രീതിയിലുള്ള കാര്യം. കാരണം നമ്മളിപ്പോൾ പോയ സർവീസിലും അത് തന്നെയാണ്. കാരണം ബുക്കിംഗ് വന്നിട്ടുള്ള എണ്ണത്തിനേക്കാളും ബാക്കി മിച്ചം വന്നിരുന്ന സീറ്റുകൾക്ക് അവർ ആളെ കൃത്യമായിട്ട് ആ ലോങ് റൂട്ടിൽ, അതായത് കാസർഗോഡോ അല്ലെങ്കിൽ കണ്ണൂർ വരെ കിട്ടുന്ന യാത്രക്കാരെ വിളിച്ചു കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയാനുള്ളത്, ഇത്രയും സർവീസുകൾ നടത്തുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ നല്ല ബസ്സുകളും കുറച്ചുകൂടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ എല്ലാ സീറ്റിൻ്റെയും സൈഡിൽ നമ്മൾക്ക് ഒരു ചാർജിങ് പോർട്ടുണ്ട്, മൊബൈലൊക്കെ ചാർജ് ചെയ്യാം. പക്ഷേ ചിലതിനൊന്നും അത് വർക്കാകുന്നില്ല, ചില ബസ്സുകൾക്ക് അത് വർക്കാകുന്നില്ല. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പ്രശ്നം, ഏറ്റവും നെഗറ്റിവിറ്റി ആയിട്ട് തോന്നിയത് ഇതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ്. വണ്ടി ഭയങ്കര ഒലച്ചിലും സൗണ്ടുമാണ്, കാരണം ഒരു വൈബ്രേഷനൊക്കെയാണ്. പ്രത്യേകിച്ച് ടാറ്റ വണ്ടികൾക്ക് അത് ഓൾമോസ്റ്റ് KSRTCയുടെ ടാറ്റ വണ്ടികൾക്ക് എല്ലാം ഉള്ളതാണ്. എങ്കിലും ഒരു ലൈലൻഡ് തരുന്ന ഒരു സുഖം ഒരു ടാറ്റ വണ്ടിയിൽ തരുന്നില്ല. പക്ഷേ സ്പീഡ് കൊണ്ട് നമുക്ക് ലൈലൻഡിനോട് കിടപിടിക്കുന്ന സ്പീഡ് തന്നെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്.
പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നല്ല വലിച്ചു കയറി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതൊക്കെ ഒരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും നല്ലൊരു സർവീസ് ആയിരുന്നു. പിന്നെ ടൈമിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ലോങ് സർവീസ്, പ്രത്യേകിച്ച് വടക്കോട്ട്, അതായത് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടെ ഈ ഒരു ഹൈവേയുടെ എക്സ്റ്റൻഷൻ വർക്കുകൾ നടക്കുന്നതുകൊണ്ട് വളരെ പതിയേനെ പോകാൻ പറ്റുള്ളൂ. അവിടെയൊക്കെ ഒരുപാട് ബ്ലോക്ക് കിട്ടും. എങ്കിലും അതൊക്കെ കവർ ചെയ്ത് ഒരു മാക്സിമം ആ ഒരു ഇതിൽ പിടിക്കാൻ നോക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. അപ്പം ഇതൊക്കെയാണ് മിന്നൽ സർവീസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു മിന്നൽ എക്സ്പീരിയൻസ് ശരിക്കും നമ്മൾ ആസ്വദിച്ച് നമ്മൾ കണ്ണൂരെത്തി നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിംഗ് ഇതിൻ്റെ കൂടെ ചേർത്തത് നിങ്ങളുടെ അറിവിലേക്കും കൂടെ വേണ്ടി ചേർത്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്നാമത്തെ വിടുക. ഓക്കെ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ JP ഓൺ റോഡ്സ് അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഓൾവേസ് വെൽക്കം പറയുന്നു. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ.